ചവറയിലാണ് ഇത്തരത്തിൽ ദാരുണമായൊരു സംഭവം നടന്നിരിക്കുന്നത്. തിരുവോണ നാളിലാണ് ബൈക്കിലെത്തിയ സംഘം വീടിന് നേരെ ആക്രമണം നടത്തിയത്. വീടിന് നേരെ അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് ഈ വീട്ടുകാർക്ക് നേരെ വലിയ രീതിയിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. തിരുവോണ സദ്യ ഉണ്ണാനെത്തിയ ബന്ധുക്കളടക്കമുള്ളവർക്ക് അതോടൊപ്പം തന്നെ വിരുന്നിനെത്തിയവരും അടക്കം 11ഓളം പേർക്ക് ഇപ്പോൾ പരിക്കേറ്റിട്ടുണ്ട്. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് പരിക്കേറ്റത്. ഈ വീട്ടിൽ താമസിക്കുന്ന നാഗലക്ഷ്മിക്കും ബന്ധുക്കൾക്കും നേരെയാണ് വലിയ രീതിയിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. നാഗലക്ഷ്മിയും അതോടൊപ്പം അനിൽ, മുകേഷ്, ഗണേഷ്, ആര്യ, ആരതി, ആദിത്യ, അഞ്ജു, സുചിത്ര എന്നിവർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. നിരവധി പേരെ ചവറ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലും കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലും ചികിത്സ നേടിയിട്ടുണ്ട്. ഏതായാലും ഈ ചവറ തോടിന് വടക്ക് സ്വദേശികളായ അച്ചു, മുഹമ്മദ് സാലിഹ്, അമിൽ, ആദിത്യൻ എന്നിവർക്കാണ് വലിയ രീതിയിൽ ഈ വീടിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഒരു വീട്ടിൽ അതായത് ദളിതർ ആയിട്ടുള്ള വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവരോട് വീടിന് നേരെ ചെന്ന് അസഭ്യം പറയുകയും വീട്ടിലുള്ള പെൺകുട്ടികളടക്കമുള്ളവരോട് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും ചെയ്തു. ഈ സംസാരിക്കുന്നതൊക്കെ ചോദ്യം ചെയ്യാനായി ഇറങ്ങി ചെന്നപ്പോഴാണ് നാഗലക്ഷ്മിക്കും മറ്റ് വിരുന്നിനെത്തിയവർക്കുമൊക്കെ പരിക്കേറ്റത്. തിരുവോണ നാളിലാണ് ബൈക്കിലെത്തിയ സംഘം വലിയ രീതിയിൽ ഈ കുടുംബത്തിന് നേരെ ആക്രമണം ഉണ്ടായത്. വീടിന്റെ ജനൽ ചില്ലുകളടക്കം തന്നെ അടച്ചു പൊട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വീട്ടിലുള്ളവർക്കൊക്കെ തന്നെ ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റിട്ടുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ ഇപ്പോഴും മുഖ്യപ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. 8 പേരെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോഴും മുഖ്യപ്രതിയെ ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല. ഏതായാലും ഈ ബന്ധുക്കളടക്കം തിരുവോണ നാളിൽ വിരുന്നിനെത്തിയപ്പോൾ ഇവർക്ക് നേരെ വളരെ മോശമായ രീതിയിലാണ് ഈ ബൈക്കിലെത്തിയ സംഘം മദ്യപിച്ചിട്ടുണ്ടായിരുന്നെന്നും ലഹരിക്കടിമയായിട്ടുണ്ടായിരുന്നു എന്നുമാണ് നാഗലക്ഷ്മി അടക്കം പറയുന്നത്. ഏതായാലും വലിയ രീതിയിൽ മോശമായ രീതിയിൽ ഇവരോട് പെരുമാറുകയും പെൺകുട്ടികൾക്ക് നേരെ തന്നെ വലിയ അസഭ്യം പറയുകയും ചെയ്തു. ഇത് ചോദ്യം ചെയ്യുന്നതിനിടെയാണ് ഈ ബന്ധുക്കൾക്കും ഗുരുതരമായി പരിക്കേറ്റത്. വെട്ടേറ്റ രീതിയിലാണ് പലരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സ്ത്രീകളടക്കം 25 പേരാണ് ഇവിടെ ആക്രമണം നടത്താനായി എത്തിയതെന്ന് പറയുന്നു. ഏതായാലും വീട്ടുകാർ ചവറ പോലീസിൽ നൽകിയ പരാതിയിൽ പോലീസുകാർ ഇപ്പോഴും മുഖ്യപ്രതിയെ കണ്ടെത്തിയിട്ടില്ല. 8ഓളം പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും സ്ത്രീകളും ഈ ഒരു സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും 18 പേർക്ക് കണ്ടാലറിയാവുന്ന 18 പേർക്കെതിരെ ഇപ്പോൾ ഈ വിഷയത്തിൽ കേസെടുത്തിട്ടുണ്ട്.